ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്ത് തെറ്റാണ് അമ്മ ഞാൻ ചെയ്തത്? എന്തിനാ അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? നമസ്കാരം. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഇന്നവിടെ ഇടയ്ക്ക് കുട്ടി പാടാൻ വന്ന ആ ആളില്ലേ, അദ്ദേഹത്തിന്റെ മനസ്സ് നൊന്താ ദേവി പൊറുക്കില്ല. ഇന്ന് മാഡം അദ്ദേഹത്തെ വേദനിപ്പിച്ചു. എല്ലാ വർഷവും ഈ ദിവസം അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് കേട്ട സരസ്വതി മണ്ഡപം ഉണരുന്നത്. എത്ര വലിയ കലാകാരന്മാരും അദ്ദേഹത്തിന് വേദി കൊടുത്തിട്ടേ സ്വയം വേദിയിൽ കയറാറുള്ളൂ. ആ പതിവ മാഡം ഇന്ന് തെറ്റിച്ചത്. അപമാനിക്കപ്പെട്ട പൊതുവാൾ അദ്ദേഹത്തിന്റെ കണ്ണീര ഇന്ന് മാഡത്തിന്റെ കണ്ടനാളത്തിൽ വീണത്. ദേവി തന്ന ചെറിയൊരു ശിക്ഷ, അല്ല ഓർമ്മപ്പെടുത്തൽ. ശരിയാ, ഞാനങ്ങനെ ചെയ്തുകൂടായിരുന്നു. തെറ്റുപറ്റി. എന്ത് പ്രായശ്ചിത്തത്തിനും ഞാൻ ഒരുക്കുക. അതെ, തെറ്റുപറ്റി. ചെയ്ത തെറ്റിനെ ബോധ്യപ്പെടുത്താനായിട്ടാ ദേവി മാഡത്തിന്റെ ശബ്ദം എടുത്തത്. അത് ദേവി തന്നെ തിരികെ തരും. പക്ഷേ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യണം. പറയൂ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഏറ്റവും പ്രധാനം ചണ്ഡിക ഹോമോ. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാ. മാഡം അത് നേർന്നോളൂ. പിന്നെയുള്ളത് സ്വയം അനുഷ്ഠിക്കേണ്ട കർമാനുഷ്ഠാനങ്ങളാ. ഏറ്റവും പ്രാഥമികമായ കർമ്മം സൗപർണികയിലെ സ്നാനമാണ്. ഋഷിമാരുടെ തപോവാടവും ദേവിയുടെ കുടജാദ്രിയും തഴുകി വരുന്ന ആ പുണ്യതീർത്ഥത്തിൽ നീരാടുന്നതോടെ ബാഹ്യമായി നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. അമ്മയുടെ ക്ഷേത്രം വലം വെക്കുന്ന പ്രദക്ഷിണം പിന്നെ ചെയ്യണം. വെറും പ്രദക്ഷിണവും പദാനുപദം ചേർത്ത് നടത്തുന്ന അടിപ്രദക്ഷിണവും ചെയ്യണം. ദിവസം തുടർച്ചയായി 3 ദിവസം ഈ അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിച്ച് പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ദേവിയെ വണങ്ങി പ്രാർത്ഥിച്ചാൽ മാഡത്തിന് നഷ്ടമായ ശബ്ദവും ആലാപന ശക്തിയും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ ശബ്ദവും ആലാപന ശക്തിയും തിരിച്ചു കിട്ടിയ ഇന്നേക്ക് 4ാം ദിവസം, അന്ന് പൗർണമിയാ. ആ പൗർണമി രാത്രിയില് മാഡത്തിന് ദേവിയുടെ തിരുനടയിൽ പാടാൻ സാധിക്കും. ആ ഗാനാർച്ചനയുടെ 108ാം സ്റ്റേജ് പൂർത്തിയാക്കാൻ സാധിക്കും. നന്ദിയുണ്ട്. എത്രയൊക്കെ അറിവുകളുണ്ടായാലും അനുഭവങ്ങളുണ്ടായാലും വിവേകം നഷ്ടമാവുന്ന നിമിഷങ്ങൾ ആർക്കും വന്നു ചേരാം. അങ്ങനെ ഒരു അവിവേകത്തിന്റെ നിമിഷത്തിലാണ് ഞാൻ പൊതുവാൾ അദ്ദേഹത്തിനോട് പരുഷമായി സംസാരിച്ചത്. ദേവി തന്ന ശിക്ഷ, ആ തെറ്റിന്റെ ആഴം എന്നെ ബോധ്യപ്പെടുത്തി. കുട്ടിയാണ് എന്നെ കണ്ണു തുറപ്പിച്ചത്. ഇപ്പോഴും കുട്ടി ആരെന്ന് പറഞ്ഞില്ല. എന്റെ പേര് സൗപർണിക. അമ്പലനടയിൽ പൂക്കട നടത്തുക. ഓ, സൗപർണികയുടെ പൂക്കടയിലേക്ക് ഞാൻ വരാം. സന്തോഷം.